MLA സ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടിച്ചു തൂങ്ങിയെങ്കിലും ഇനിയുള്ള നാളുകൾ രാഹുലിന് അത്ര എളുപ്പമാകില്ല. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന് MLA ഫണ്ട് ചെലവഴിക്കാൻ ഉൾപ്പെടെ തടസ്സങ്ങളുണ്ടെങ്കിലും മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുക വളരെ ബുദ്ധിമുട്ടാകും. പാർട്ടി തലത്തിലുള്ള വിലക്കുകളും CPM-ഉം BJP-യും പ്രഖ്യാപിച്ച സമരങ്ങളും ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലാക്കാനാണ് സാധ്യത. നടപ്പ് പദ്ധതികളുടെ പൂർത്തീകരണം, പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ, വികസന ഫണ്ടിന്റെ വിനിയോഗം എന്നിവ ഓഫീസ് മുഖേന നടത്താനാകും. ഓഫീസ് സജീവമാണ്. എന്നാൽ MLA-യുടെ രാജിവരെ സമരം എന്ന CPM-BJP തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുമായി ഇടപെട്ട പദ്ധതികളുടെ രൂപീകരണവും ചർച്ചകളും പൊതുപ്രശ്നങ്ങളിലെ ഇടപെടലും ഉൾപ്പെടെ പ്രയാസമാകും. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നതും തടസ്സപ്പെടും. വഴിതടയലും സമരങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമാകും. MLA എത്തിക്കഴിഞ്ഞാൽ സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തോട് രാഹുൽ ഇപ്പോൾ കോൺഗ്രസുകാരനല്ലോ എന്നാണ് DCC പ്രസിഡന്റായ A. തങ്കപ്പൻ പ്രതികരിച്ചത്. MLA എന്ന് മണ്ഡലത്തിൽ എത്തുമെന്നതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തതയുമില്ല. ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെയായിരുന്നു ഈ രണ്ടാം ഘട്ട നടപടികൾ. മാത്രമല്ല, നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് എന്ന സാഹചര്യത്തിൽ അവധിയിൽ പോകാനുള്ള തീരുമാനവും ഒരുപക്ഷെ പരുങ്ങലിലാവും. രാഹുലിന്റെ അപേക്ഷ ഭരണപക്ഷം എതിർക്കുമോ എന്ന ആശങ്കയുണ്ട്. അംഗത്തിന്റെ അവധി അപേക്ഷ സ്പീക്കർ സഭയിൽ വായിക്കും. അവധി അനുവദിക്കുന്നതിൽ സഭയ്ക്ക് എതിർപ്പില്ലല്ലോ എന്നും ചോദിക്കും. ആരും എതിർത്തില്ല എങ്കിൽ അനുമതി നൽകും. പൊതുവെ ആരും അവധി അപേക്ഷയെ എതിർക്കാറില്ല. എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ വിഷയം അത് അല്ലാത്തതിനാൽ തന്നെ ഭരണപക്ഷം മുഴുവനായി എതിർക്കുന്ന നാടകീയ സാഹചര്യവും ഉണ്ടായേക്കാം. അവധി അപേക്ഷയെ എതിർത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചായിരിക്കും സ്പീക്കറുടെ തീരുമാനം. ചട്ടമനുസരിച്ച് അവധിയെ സംബന്ധിച്ച് ചർച്ചകളൊന്നും തന്നെ സഭയിൽ പാടില്ല. അവധിക്കുള്ള കാരണം അപേക്ഷയിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷവും അസുഖങ്ങളും മറ്റുമാകും കാരണം. പാർട്ടി സസ്പെൻഷൻ അവധി സംബന്ധിച്ച കാരണമായി അപേക്ഷയിൽ പറയാനുമാകില്ല.